രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ എന്നുള്ളതാണ് തിരുവനന്തപുരം ACJM കോടതി ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. രാഹുൽ കുറ്റം ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് കോടതി പറയുന്നു. ഒപ്പം പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ അന്വേഷണത്തെ ബാധിക്കും. ഈ കാര്യങ്ങളെല്ലാം പ്രോസിക്യൂഷൻ കോടതിയിൽ അതിശക്തമായി തന്നെ വാദിച്ചിരുന്നതാണ്. കോടതിയും ആ കാര്യങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് കോടതി ഉത്തരവിൽ നിന്ന് നമുക്കും വ്യക്തമാകുന്നത്. രാഹുൽ ഈശ്വറിന്റെ അഭിഭാഷകൻ ഇപ്പോൾ ഈ കേസിൽ ഇപ്പോൾ ശാസ്തമംഗലം അജിത് കുമാർ, അതായത് ഈ കേസിൽ രാഹുൽ ഈശ്വറിന് വേണ്ടി അപ്പീർ ചെയ്യുന്ന മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള ശാസ്തമംഗലം അജിത് കുമാർ അദ്ദേഹം കോടതിയിൽ നിന്ന് പുറത്തേക്ക് വന്നതാണ്. അദ്ദേഹം പറഞ്ഞു ബെയിൽ തള്ളി, പക്ഷേ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ജൂനിയേഴ്സിൽ നിന്ന് തേടും എന്നുള്ള കാര്യമാണ് ശാസ്തമംഗലം അജിത് കുമാർ പറഞ്ഞിരിക്കുന്ന കാര്യം. ഏതായാലും അദ്ദേഹം തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയും ഈ ബലാത്സംഗ ഭ്രൂണഹത്യാ കേസിൽ ഹാജരാകുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അദ്ദേഹം അല്പസമയം പ്രതികരിക്കുകയായിരുന്നു. ഈ ബെയിലിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം, അതല്ലെങ്കിൽ ബെയിൽ തള്ളിയതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു വിശദമായ പ്രതികരണത്തിലേക്ക് അദ്ദേഹം കടന്നില്ല. അദ്ദേഹം അവസാനിപ്പിച്ചത് ഈ ശാസ്തമംഗലം അജിത് കുമാർ, അദ്ദേഹം തലസ്ഥാനത്തെ കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു അഭിഭാഷകനാണ്. അദ്ദേഹം അവസാനിപ്പിച്ചത് ബെയിൽ തള്ളി, പക്ഷേ കൂടുതൽ വിവരങ്ങൾ അത് ജൂനിയേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ചില ഗ്രൗണ്ടുകൾ അവിടെ സ്റ്റാൻഡ് ചെയ്തു എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഈ രാഹുൽ ഈശ്വർ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ അധിക്ഷേപ പരാമർശങ്ങൾ, ഭീഷണിപ്പെടുത്തൽ, അത് നമുക്ക് പോലും പറയാൻ കഴിയില്ല. കാരണം ഏറ്റവും അവസാനവും സമൂഹ മാധ്യമത്തിൽ അദ്ദേഹം ഇട്ട ഒരു പോസ്റ്റ്, അത് മാത്രമല്ല ഷഫീദ്, ഈ സമൂഹ മാധ്യമത്തിൽ ഇട്ട പോസ്റ്റ് എന്നതിനപ്പുറത്തേക്ക് പിന്നീട് ഇന്നും ഇന്നലെയും ഒക്കെയായി മാധ്യമങ്ങളോട് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ, ഏറ്റവും ഒടുവിലായി ഇത് തുടരും എന്ന് പറയുകയാണ്. അതായത് ഒരു വെല്ലുവിളിയുടെ സ്വരത്തിൽ അദ്ദേഹം പ്രതികരിക്കുന്നു. ഇതെല്ലാം കോടതി കണക്കിലെടുത്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? ഉറപ്പായിട്ടും. കാരണം ഇതാ ഈ കോഴ്സ് ഓഫ് സീരീസിന്റെ മുഴുവൻ കാര്യങ്ങളും കോടതി പരിഗണിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അതല്ലെങ്കിൽ ഒരു ACJM കോടതിയൊന്നും ഈ രീതിയിലുള്ളൊരു വിധിയിലേക്ക് കടക്കില്ല. മാത്രമല്ല, ഞാൻ ആവർത്തിച്ച് പറയുന്നത് പോലെ തന്നെ ഇക്കാര്യത്തിലെ സൈബർ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്, അതേപോലെ തന്നെ പ്രോസിക്യൂഷന്റെ വാദം അതടക്കം ശ്രദ്ധേയമായിരുന്നു. അത് കേവലം ഒരു അധിക്ഷേപ പരാതി എന്നതിനപ്പുറത്തേക്ക് അതിലേക്ക് മാറ്റർ ആയിട്ടുള്ള, അതിലേക്ക് കണക്റ്റഡ് ആയിട്ടുള്ള കേസ് എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് ജാമ്യാപേക്ഷയിന്മേൽ വാദപ്രതിവാദം നടക്കുമ്പോൾ പ്രോസിക്യൂഷൻ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് ഇതൊരു ചെറിയ കേസിന്റെ ഭാഗമായി ഉയർന്നു വന്നിട്ടുള്ള സംഭവമല്ല. ഇതിലെ പരാതിക്കാരി, അധിക്ഷേപ പരാതിയിലെ പരാതിക്കാരി എന്ന് പറയുന്ന ഒരു അതിജീവിതയാണ്. അവർക്ക് നേമം പോലീസ് സ്റ്റേഷനിൽ അവരെ ബലാത്സംഗം, ഭ്രൂണഹത്യ എന്ന് പറയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട 2 കുറ്റകൃത്യങ്ങൾ ചുമത്തിയ കേസുണ്ട്. അതിലെ അതിജീവിതയാണ് സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപിച്ചതിനപ്പുറത്തേക്ക് അവരെ ഭീഷണിപ്പെടുത്തുന്ന സമീപനത്തിലേക്ക്, അതായത് അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഇത്തരം അധിക്ഷേപ പരാമർശങ്ങൾ കാരണം ഉണ്ടായി. അത് കേവലം ഈ കേസിൽ പ്രതികളായിട്ടുള്ള 4 പേരോ 5 പേരോ മാത്രവുമല്ല, ഇവരുടെ ഒരു ബഞ്ച് ഓഫ് പീപ്പിൾസ് എന്നാണ് പറഞ്ഞത്. അതായത് ഇവരടക്കം വരുന്ന ഒരു സംഘം ആ പെൺകുട്ടിക്കെതിരെ, അതിജീവിതയ്ക്കെതിരെ തിരിഞ്ഞു. അത് സോഷ്യൽ മീഡിയയിൽ റിഫ്ലക്ട് ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ, വളരെ ഗൗരവമുള്ള വാദപ്രതിവാദങ്ങൾ നടന്നിട്ടുണ്ട്. ആ വാദപ്രതിവാദത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ പറയാൻ കഴിയും. പക്ഷേ ഈ തിരിച്ചടി പലതരത്തിലേക്കുള്ള സൂചനകൾ തരുന്നുണ്ട്. പക്ഷേ വരും ദിവസങ്ങളിൽ ഈ സമാനമായിട്ടുള്ള, അല്ലെങ്കിൽ ഇതേ കേസ് തന്നെയായിട്ടുള്ള സന്ദീപ് വാര്യരുടെ കേസിലും അത് കഴിഞ്ഞ ബുധനാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴുമൊക്കെ എങ്ങനെ ഇത്തരം കാര്യങ്ങൾ, അതല്ലെങ്കിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ, രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി പരിഗണിക്കുന്ന ഘട്ടത്തിൽ രാഹുൽ ഈശ്വറിൻ്റെ ഈ കേസ്, അദ്ദേഹത്തിന്റെ ബെയിൽ തള്ളിയ കാര്യമൊക്കെ ഒരു അടിസ്ഥാനമാക്കി സ്വാഭാവികമായും പ്രോസിക്യൂഷൻ പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുമെന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ ഭാര്യ അവർ കോടതിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. പുറത്ത് രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ദീപ, ഇന്നലെ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്ത മുതൽ ദീപ ഉണ്ടായിരുന്നു. ദീപ നമ്മളോട് പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ ദീപയുടെ പ്രതികരണം നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പക്ഷേ വലിയ തിരിച്ചടി അത് രാഹുൽ ഈശ്വറിന് ഉണ്ടായിരിക്കുന്നു. ഇങ്ങനെ ഒരു തിരിച്ചടി അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്നലെ നമ്മൾ കണ്ടതാണ് ഈ എയർ ക്യാമ്പിന്റെ അകത്ത് ഈ രാഹുൽ ഈശ്വറിനെ കൊണ്ടുപോയത് മുതൽ വീട്ടിൽ നിന്ന് ദീപയും രാഹുൽ ഈശ്വറുമായിരുന്നു ഒരുമിച്ച് ഇറങ്ങിയത് അവരുടെ വാഹനത്തിൽ. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി അവർ പ്രതികരിച്ചതൊക്കെ ആ രീതിയിൽ തന്നെയായിരുന്നു. ഇപ്പോൾ കോടതിയിൽ നിന്ന് ദീപ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. രാഹുൽ ഈശ്വറിനെ ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ജയിലിൽ നിരാഹാര സമരം കിടക്കും എന്നുള്ളതാണ് രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുള്ള കാര്യം. ഏതായാലും നിരാശയായിരിക്കും ഉറക്കം പറയാനുള്ളത്. പക്ഷേ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ തന്നെ അവരുടെ പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാം. അല്പസമയത്തിനുള്ളിൽ അവരുടെ കോടതിക്കുള്ളിൽ പ്രതികരണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിൽ രാഹുൽ ഈശ്വർ ഇനി ഏത് തരത്തിലുള്ള സമീപനം ജയിലിലെടുക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്.
അനുജ, ഏതായാലും ഈ കേസിന് ഗൗരവമുള്ളൊരു കേസായി കോടതി കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്ന് രാവിലെ പൗടിക്കോണത്തെ വീട്ടിൽ രാഹുൽ ഈശ്വർ അദ്ദേഹത്തെ തെളിവെടുപ്പിന് കൊണ്ടുപോയ ഘട്ടത്തിൽ പോലും അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ഇനിയും സംസാരിക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ അപ്പോഴും അതല്ല മാറ്റർ. പകരം ഈ അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഇനിയും ആവർത്തിക്കുമെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിന് അദ്ദേഹം മറുപടി പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം, ഈ തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ നിന്ന്, തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെ നിയമപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയിലുള്ള വാദപ്രതിവാദങ്ങളും കണ്ട വിധിയും കേട്ട ശേഷം രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ദീപ അവർ പുറത്തേക്ക് വരുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അവർ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ശേഷം അവരുടെ പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നലെ മുതൽ ദീപയും രാഹുൽ ഈശ്വറിനൊപ്പം ഉണ്ടായിരുന്നു, എയർ ക്യാമ്പിൽ ഉണ്ടായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.